ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് സിബിൽ സ്കോർ ഇല്ലെങ്കിൽ പോലും ലോൺ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. 20,000 രൂപ വരെയാണ് നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ ലോണായിട്ട് എടുക്കാൻ പറ്റുന്നത്. ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് ചെറിയ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. വെറും ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം മതി ഇത് ലോൺ എടുക്കാനായിട്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് PDF ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മൊബൈൽ നമ്പറും OTP വഴി തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ലോൺ എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സാധാരണ ആപ്ലിക്കേഷനിൽ വരുന്ന പോലെയുള്ള ഇൻട്രസ്റ്റും പ്രോസസ്സിംഗ് ഫീസും ഒക്കെ ഈ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. പ്രായം 21-ന് മുകളിൽ വേണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് ലോൺ എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ്റെ പേര് LendPlus എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ വരുന്നുണ്ട്. എങ്ങനെ ലോൺ എടുക്കണമെന്ന് കാണിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് പറ്റും. അവിടെ LendPlus എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. 500 രൂപ മുതൽ 20,000 രൂപ വരെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ അപ്ലൈ ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് കൊടുത്തുകൊണ്ട് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോ ആണ് കൊടുക്കേണ്ടത്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പാൻ കാർഡ് നമ്പർ, ഇമെയിൽ, നിങ്ങളുടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അതും കൊടുത്ത് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ താഴെ കാണാം. അതും കൊടുക്കുക. അടുത്തായി എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. അതായത് നിങ്ങൾ സാലറീഡ് ആണോ അത് സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതും കൊടുത്ത് നിങ്ങളുടെ സാലറി വരുന്ന ദിവസം ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കുക. നിങ്ങളുടെ മാസ വരുമാനവും അതുപോലെ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും ചോദിക്കും. അതും കൊടുത്തുകൊണ്ട് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലും പേരും മൊബൈൽ നമ്പറും അവരായിട്ടുള്ള റിലേഷൻഷിപ്പും ചോദിക്കുന്നുണ്ട്. അതും കൂടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ആധാർ KYC ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അതിനായി നിങ്ങൾ ആധാർ കാർഡിൻ്റെ മുഴുവൻ നമ്പർ കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. അവിടെ നമ്മുടെ ബാങ്ക് IFSC കോഡ് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അത് കൊടുത്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അടുത്ത പേജിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബാങ്കുകൾ കാണിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഒരു സെൽഫി ആഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അത് കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സെൽഫി ആഡ് ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ നമുക്ക് ലോൺ എമൗണ്ട്, ലോൺ ടേം, അതേപോലെ ലോൺ പർപ്പസും ചോദിക്കുന്നുണ്ട്. അതും കൊടുത്തതിന് ശേഷം 12 മിനിറ്റ് മുതൽ 15 മണിക്കൂർ വരെ ഇടയിലും വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് അപ്രൂവ് ആവുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ആവുകയോ ചെയ്യും. എനിക്കിവിടെ 500 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. 500 രൂപയ്ക്ക് എത്ര എമൗണ്ട് തിരിച്ചടയ്ക്കണം, എത്ര ഇൻട്രസ്റ്റ് വരും, എത്ര അക്കൗണ്ടിൽ കയറും, എത്ര പ്രോസസ്സിംഗ് ഫീസ് വരും എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാം നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലോട്ട് വരും. അവിടെ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഒന്നുകിൽ സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം OTP കൊടുത്തുകൊണ്ട് എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബാങ്കിലോട്ട് ലോൺ എമൗണ്ട് ട്രാൻസ്ഫർ ആവും. ഓട്ടോ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ EMI ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ നിന്ന് കട്ടാകും. അല്ലെങ്കിൽ നമ്മൾ മാനുവലി വെബ്സൈറ്റിൽ കയറി പേ ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് LendPlus എന്ന ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ലോൺ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.